നമ്മളെ നമ്മളാക്കിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമുക്ക് വേണ്ടി ഇത്രമേൽ ത്യാഗം സഹിച്ചവർ മറ്റില്ല എന്ന് പറയാം. ഈ ഒരു സാഹചര്യത്തിലും സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്തേക്ക് നോക്കാൻ മടിക്കുന്നവരുണ്ട് നമുക്കിടയിൽ. അവരോടൊന്ന് പുഞ്ചിരിക്കാൻ മടിക്കുന്നവരുണ്ട്. അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നവരുണ്ട്. ഒന്ന് സ്നേഹത്തോടുകൂടെ ചുംബനങ്ങൾ അർപ്പിക്കാൻ വേണ്ടി അതിനു വരേക്കും മടിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ മാതാപിതാക്കളുടെ ഗുണങ്ങളും അവരുടെ പവർ, അവർക്കുള്ള മഹത്വത്തെക്കുറിച്ച് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാതാപിതാക്കളുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ നോക്കൽ അത് വലിയ ഇബാദത്താണ്, അത് വലിയ പുണ്യകർമ്മമാണ്. അതൊരു ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാണുന്നത്, വെറും നോട്ടം. അപ്പൊ അവരോട് സ്നേഹത്തിൽ വർത്തിക്കലും സ്നേഹത്തിൽ പെരുമാറലും എത്രമാത്രം പുണ്യകരമായ കാര്യമായിരിക്കും. നമുക്ക് ഈ കാണുന്ന അന്തസ്സും അഭിമാനവും ദാരിദ്ര്യമില്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള അന്തസ്സ് നമുക്ക് നേടിത്തന്നത് അതാ മാതാപിതാക്കളല്ലേ. അവർ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ അവര് ജന്മം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ കാണുന്ന അന്തസ്സും അഭിമാനവും ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് സ്നേഹത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ, വേണ്ടോളം സ്നേഹം കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുക. മരിച്ചുപോയവരുണ്ടെങ്കിൽ മക്കൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആവും പ്രതീക്ഷിച്ചുകൊണ്ട് ഖബറിൽ അവർ കാത്തിരിക്കുകയാണ്. അല്ലാഹു നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബർ സന്തോഷ ജീവിതത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ.